ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലിന് ലോഗോയും ട്രേഡ് മാർക്കും ലഭിച്ചു. ഓണവില്ല് നിർമ്മിക്കാനും വിൽപ്പന നടത്താനുമുള്ള അവകാശം ഇനി മുതൽ ക്ഷേത്രത്തിന് മാത്രമായിരിക്കും. എന്നാൽ ആചാരപരമായി തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി 12 വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് തുടർന്നും കരമന മേലാറന്നൂർ വിളയിൽ കുടുംബമായിരിക്കും. തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി 12 വില്ലുകൾ നിർമ്മിച്ച് എപ്പോഴും ഈ കുടുംബമാണ് സമർപ്പിക്കുന്നത്. എന്നാൽ വില്ല് നിർമ്മിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഇനി മുതൽ ഇവർക്ക് അധികാരമുണ്ടായിരിക്കില്ല. കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. 4.5 അടി 4 അടി 3.5 അടി നീളത്തിലാണ് ഓണവില്ലിന്റെ നിർമ്മാണം. പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴികക്കുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം. 41 ദിവസം വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിന്റെ ചിത്രരചന പൂർത്തിയാക്കുന്നത്. തിരുവോണ ദിവസം പുലർച്ചെ 5:30 ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ദശാവതാരം, അനന്തശയനം, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണലീല, ശാസ്ത, വിനായക എന്നിവയാണ് ഈ വില്ലുകൾ. ഓരോന്നിന്റെയും 2 വീതം 12 എണ്ണമാണ് സമർപ്പിക്കുക. ഓണത്തിന് ശേഷം ഈ വില്ലുകൾ തിരുവിതാംകൂർ കൊട്ടാരത്തിന് കൈമാറും. അഡ്വക്കേറ്റ് ബിന്ദു ശങ്കരപ്പിള്ളയാണ് ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ അപേക്ഷ സമർപ്പിച്ചത്. പാതാളത്തിലേക്ക് വാമനൻ മഹാബലിയെ അയക്കുന്നതിനു മുൻപ് വിഷ്ണുവിന്റെ വിശ്വരൂപം കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. വർഷം തോറും പ്രജകളെ കാണാനെത്തുമ്പോൾ വിഷ്ണുവിന്റെ അവതാര കഥകൾ കാണാനുള്ള ആഗ്രഹം മഹാബലി പ്രകടിപ്പിച്ചു. തുടർന്ന് വിഷ്ണുവിന്റെ അഭ്യർത്ഥനയാൽ പ്രപഞ്ചശില്പിയായ വിശ്വകർമ്മദേവൻ ആദ്യ രചന നടത്തി. വിശ്വകർമാവിന്റെ അനുയായികൾ തുടർകാലങ്ങളിൽ അവതാര കഥകൾ വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്ന വാഗ്ദാനവും നൽകി. ഈ ചടങ്ങാണ് ഓണവില്ല് സമർപ്പണം. ഈ ഐതിഹ്യത്തിന്റെ തുടർച്ചയായാണ് ഓണവില്ല് കരമന വിളയിൽ വീട് കുടുംബത്തിലെ വിശ്വകർമ്മജരായ കലാകാരന്മാർ അനുഷ്ഠിച്ചു വരുന്നത്. ഓണവില്ലിന് പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശില്പികളുടെ കുടുംബത്തിൽപ്പെട്ട വിശ്വകർമ്മരുടെ നേതൃത്വത്തിലാണ് ഓണവില്ല് സമർപ്പിക്കുന്നത്. ചിങ്ങമാസത്തിൽ തിരുവോണ നാളിലാണ് ഓണവില്ല് സമർപ്പണം. ഓണത്തിന് കേരളത്തിലെത്തുന്ന മഹാബലി തമ്പുരാന് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ വരച്ചു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഓണവില്ല് ഉപയോഗിക്കുന്നത് എന്നാണ് ഐതിഹ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഓണവില്ല് സമർപ്പിക്കുന്നത്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയപ്പോൾ മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം കാണണമെന്ന് മഹാബലി ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം വിശ്വരൂപം കാണിക്കുകയും ചെയ്തു. പിന്നീട് ഭഗവാന്റെ വിശ്വരൂപത്തോടൊപ്പം ഉപകഥകളും അവതാരങ്ങളും എല്ലാം കാണണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇതിനുവേണ്ടി വിശ്വകർമാവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെ പ്രത്യക്ഷപ്പെടുത്തി കാണിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വില്ലുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് കടമ്പ് അല്ലെങ്കിൽ മഹാഗണി വിഭാഗത്തിൽപ്പെട്ട ദേവഗണങ്ങളെയാണ്. പിന്നീട് വില്ല് അളവിൽ പണിത ശേഷം വില്ല് ഭക്തിയോടെ ഗൃഹത്തിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് ഇത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളിൽ ചാർത്തുന്നത്. വില്ല് നിർമ്മാണം ആരംഭിക്കുന്നത് മിഥുന മാസത്തിലാണ്. വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് വില്ല് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക. 41 ദിവസത്തെ വ്രതമെടുത്ത് ഉത്രാട ദിനത്തിലാണ് വില്ല് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഗണപതി എന്നീ ഭഗവാന്മാർക്ക് ഈ ദിനത്തിൽ വില്ലുകൾ ചാർത്തുന്നു. പ്രത്യേകമായി തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിൽ നടത്തുന്ന പൂജകൾക്ക് ശേഷം പിന്നീട് വില്ല് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ സൂക്ഷിക്കും. ഓണദിനങ്ങളിൽ ക്ഷേത്രത്തിന് എത്തുന്നവർക്ക് ഓണവില്ല് ദർശിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.